മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച സമസ്ത കാന്തപുരം വിഭാഗം പിന്തുണ അറിയിച്ച ഹൈക്കമാൻഡിന് കത്തയച്ചു. എങ്ങനെയുണ്ട്? ഭയങ്കര വാർത്തയല്ലേ? ഇക്കഴിഞ്ഞ ദിവസം ചില രാഷ്ട്രീയക്കാരിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. ഇത്രക്ക് വാർത്താ ദാരിദ്ര്യം നമ്മുടെ കേരളത്തിലുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ റിപ്പോർട്ടർ ചാനലിന് ഇത്ര വലിയ ദാരിദ്ര്യം ഉണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. വലിയ വെണ്ടക്കാക്ഷരത്തിൽ വളരെ വലിയ സ്പീഡിൽ കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചു. കെ.സി. വേണുഗോപാലിനാണ് പിന്തുണ അറിയിച്ചുകൊണ്ട് കത്തയച്ചത് എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം. ഇത് കേട്ടപ്പോ ചില രാഷ്ട്രീയക്കാർക്ക്, കോൺഗ്രസ്സുകാർ ഒന്നാമത് നമുക്കറിയാം ഇപ്പോൾ വളരെ വലിയ വിജയം, അതിന്റെ ഒരു തനിമ നഷ്ടപ്പെടുത്തുന്ന രീതിയിലെന്നോണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇപ്പൊ തെരുവുകളിലും അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് കെ.സി. വേണുഗോപാലിനെ കാന്തപുരം വിഭാഗം പിന്തുണച്ചു എന്ന് പറയുമ്പോൾ ആർക്കും ദേഷ്യം വരും. കാരണം കേരളം മനസ്സ് ഒന്നാകെ ഇപ്പോൾ വി.ഡി. സതീശനൊപ്പമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു രീതിയിലുള്ള പ്രതികരണവും നടത്താത്ത ഹക്കീം അസ്ഹരി ഉസ്താദിനോട് ചോദിക്കുകയാണ്. ഇവിടെ ഇപ്പോ മുഖ്യമന്ത്രിമാർക്ക് തല്ലുകൂടുകയാണല്ലോ. 3 പേർ, പ്രധാനമായും വി.ഡി. സതീശനെന്നും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെന്നും കെ.സി. വേണുഗോപാൽ എന്നുമുള്ള പേരുകളാണ് ഉയർന്നു വരുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ചോദ്യം അവർ പുറത്തുവിട്ടിട്ടില്ല, ലൈവ് ഞാൻ കണ്ടിട്ടില്ല. അവർ യൂട്യൂബിൽ ഷെയർ ചെയ്തതിൽ ഈ ചോദ്യമില്ല. അപ്പൊ ഈ ചോദ്യത്തിന് മറുപടിയായി അഭിപ്രായം പറയുന്നു. ഒപ്പം അദ്ദേഹം 3 പേരെയും പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ മൈക്കും കൊണ്ടുപോയ രഞ്ജിത്ത് പറയാണ്, ഞാൻ അവിടെ പോയപ്പോ എന്നോട് പറഞ്ഞത് 3 പേരെയും അബ്ദുൽ ഹക്കീം അസ്ഹരി പിന്തുണക്കുന്നുണ്ട്. അതായത് ഈ 3 പേരുടെ പേരും ഞാൻ ചോദിച്ചപ്പോൾ ആരായാലും പ്രശ്നമില്ല, അതൊക്കെ അവരാണല്ലോ തീരുമാനിക്കേണ്ടത്, 3 പേരും ഇതിന് യോഗ്യരാണ് എന്നാണ് അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞത്. അപ്പൊ അത് പോരാ, ഇവർക്ക് ഈ 3 പേരെയും പിന്തുണച്ച് തടിയൂരൽ, അത് വേണ്ട, അതിന് വിടൂല. അപ്പം വീണ്ടും ചോദിക്കുകയാണ്, എന്ത് കെ.സി. വേണുഗോപാലിനെ തീരുമാനിക്കാൻ സാധ്യതയുണ്ടല്ലോ, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. കാരണം ഇവർക്ക് അപ്പറഞ്ഞ ഉത്തരം മതിയാവുന്നില്ല. അപ്പോൾ കാന്തപുരത്തിന്റെ മകൻ പറയാണ്, ഒരു വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു രീതിയില്ല. അതേസമയത്ത് അദ്ദേഹം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പും കെ ആന്റണിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ പാർട്ടിക്ക് അവരെ കേന്ദ്രത്തിൽ ആവശ്യമുണ്ടോ, ഇവിടെയാണോ നല്ലത്, അതൊന്നും നമ്മളെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. അപ്പൊ അതാണ്, ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന രീതി സമസ്തക്കില്ല. പിന്നെ കെ.സി. ആവുന്നതിൽ പ്രശ്നവുമില്ല. വളരെ കൃത്യവും വ്യക്തവുമായി അബ്ദുൽ ഹക്കീം അസ്ഹരി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോ റിപ്പോർട്ടർ വളരെ അതിനെ ഒന്ന് മെഴുകി, ഒന്ന് നല്ലവണ്ണം ഒന്ന് മിന്നിച്ച് നല്ല ഉണ്ടക്കഷണമാക്കിയിട്ട് ജനങ്ങൾക്ക് അങ്ങ് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്